ചേട്ടന്മാരെ ചേച്ചിമാരെ കുട്ടികളെ കൂട്ടുകാരെ നാടോടി പാട്ടുപാടി വന്നേ ഞാൻ യേശുവിൻ കഥകൾ ചൊല്ലാൻ വന്നേ. അന്ധനും ബധിരനും മുടന്തുള്ളവനും കൈയും കാലും തളർന്നവനും കുഷ്ഠരോഗിയും യേശുവിൻ വചനം കേട്ടിടുകിൽ മാറാത്ത രോഗവും മാറിപ്പോകുമേ. കല്യാണനാളിൽ കാനായിൽ വീഞ്ഞില്ലാതെ വിഷമത്തിലായി മനക്കേടായി നാട്ടിലും വീട്ടിലും മാതാവ് യേശുവിൻ അരികിലെത്തി. ദൈവപുത്രൻ അനുഗ്രഹിച്ചു. ക്ഷണനേരം കഴിഞ്ഞില്ല ഭരണിയിലെ ജലമെല്ലാം വീഞ്ഞായി മാറി മാളോരെ. നാട് ചുറ്റി നടന്നീശോ ദൈവസ്നേഹം പറഞ്ഞീശോ മുക്കുവരെ തന്റെ ശിഷ്യരാക്കി. അഞ്ചപ്പവും 2 മത്സ്യവും കൊണ്ടവൻ 5000 പേരെ തൃപ്തനാക്കി. ലാസറിൻ ഭവനത്തിൽ ഒരു നാളെത്തി. കാര്യമറിഞ്ഞപ്പോൾ ദുഃഖിതനായി മറിയത്തിൻ സോദരൻ ലാസർ രോഗിയായി മരണമടഞ്ഞിരുന്നു. യേശുവെ കണ്ടപ്പോൾ മാർത്തയും മറിയവും അലറിക്കരഞ്ഞു പരിതപിച്ചു. യേശുവെ നീ വരാൻ വൈകിയതെന്റെ സോദരൻ ഞങ്ങളെ വിട്ടുപോയി. കല്ലറയിൽ 3 ദിനം മുമ്പ് സംസ്കരിച്ചു ഞങ്ങൾ സോദരനെ. കാര്യമറിഞ്ഞുടൻ ദൈവത്തിൻ പുത്രൻ കല്ലറ തന്നിലായി പോയിടുന്നു. അത്ഭുതം കാണുവാൻ ആ ജനമെല്ലാം യേശുവിൻ പിന്നാലെ പോയിടുന്നു. കൈകൾ വിരിച്ചങ്ങ് പ്രാർത്ഥിച്ചവൻ ചൊല്ലി ലാസറെ എഴുന്നേൽക്കൂ പുറത്തു വരൂ. കല്ലറ പിളർന്ന് മൃതനാം ലാസർ ഉയർത്തെഴുന്നേറ്റു പുറത്തു വന്നു. അത്ഭുത ചിത്തരായി മാറിയ ജനമെല്ലാം യേശുവെ വാഴ്ത്തി പുകഴ്ത്തിയിടുന്നു. കാരുണ്യവാനവൻ ദൈവപുത്രൻ മാനവരക്ഷകൻ ദൈവപുത്രൻ പാപികൾ നമ്മളെ രക്ഷിപ്പാനായെന്ന് കുരിശിൽ മരിച്ചവൻ ദൈവപുത്രൻ. മാനവർ നാമെല്ലാം ഒന്നല്ലേ ഏകദൈവത്തിൻ്റെ തനയരല്ലേ. പ്രവാചകരെല്ലാം ചൊല്ലിയതെന്നും യേശുവേ നീ എന്ന രക്ഷയല്ലേ. വഴിയും സത്യവും ജീവനുമായവന് യേശുവേ എന്നിൽ കനിയേണമേ. പാപങ്ങൾ സർവവും മാറ്റേണമേ. യേശുവേ എന്നിൽ കനിയേണമേ. പാപിയാമെന്നെ നീ കാക്കേണമേ. പാപിയാമെന്നെ നീ